കർണാടക ഹുബ്ബള്ളിയിൽ ദുരഭിമാന കൊല. ഗർഭിണിയെ പിതാവും ബന്ധുക്കളും ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തി. 19-കാരി മാന്യതാ പാട്ടീൽ ആണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി മനേഷ് മൂർത്തി. മനേഷ്, മാന്യതാ പാട്ടീൽ മാത്രമല്ല, ഒരു കുഞ്ഞു ജീവൻ കൂടി കൊലപാതകത്തിനിരയായി. മനേഷ്. അശ്മി, 6 മാസം മുൻപാണ് ഇവർ വിവാഹം കഴിക്കുന്നത്. മാന്യതയും വിവേകാനന്ദനും രണ്ടും പ്രദേശവാസികളാണ്. വർഷങ്ങളായവർ പ്രണയത്തിലായിരുന്നു. അങ്ങനെ വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ വിവാഹം കഴിക്കുന്നത്. അവർ ഹാവേരിയിലേക്ക് സ്ഥലം മാറുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഡിസംബർ 8-ാം തീയതിയാണ് അവർ ഇവിടേക്ക്, ഈ പറഞ്ഞ ഹുബ്ബള്ളിയിലേക്ക് തിരികെ എത്തുന്നത്. അവർ ബന്ധുവീട് സന്ദർശിക്കാനായി വന്നതാണ്, സ്ഥിരതാമസത്തിന് വേണ്ടി വന്നതല്ല. പക്ഷേ ഈ വിവരം ഈ മാന്യതയുടെ വീട്ടുകാർ അറിയുകയും ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടി ഈ മാന്യതയുടെ വീട്ടിലെത്തി അവിടെ താമസിക്കുന്ന ഇടത്തെത്തി ആക്രമണം നടത്തുകയുമായിരുന്നു. മാന്യതയെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള എത്തിയ സംഘമാണ് ഈ ഒരു ക്രൂര കൊലപാതകം നടത്തിയതെന്നുള്ളതാണ്. മാത്രമല്ല മാന്യത ഗർഭിണി കൂടിയാണ്. അതുപോലും വകവയ്ക്കാതെയായിരുന്നു ആക്രമണം എന്നുള്ളതാണ്. മാന്യതയുടെ പിതാവ്, സഹോദരൻ, അതുപോലെ തന്നെ ഒരു ബന്ധു, ഇവർ 3 പേരും നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ, അതായത് വിവേകാനന്ദനും അതുപോലെ തന്നെ ബന്ധുക്കളും ഇത് തടയാൻ ശ്രമിച്ചിരുന്നു. അവരെയൊക്കെ വെട്ടി പരിക്കേൽപ്പിക്കുന്ന ഒരു നിലയുമുണ്ട്. അങ്ങനെ എല്ലാവരും നിലവിൽ ആശുപത്രിയിലാണ്. മാന്യത സംഭവ സ്ഥലത്ത് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു മാന്യത. കാരണം അങ്ങനെയാണ് ആക്രമിച്ചത്. എന്തായാലും നാട്ടുകാരൊക്കെ തടയാൻ ശ്രമിച്ചെങ്കിലും അവരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയത്. 6 മാസം മാറി നിന്ന് തിരികെ എത്തിയതായിരുന്നു നാട്ടിലേക്ക്. അത് അവിടെ സ്ഥിരതാമസത്തിന് വേണ്ടി വന്നതല്ല, ബന്ധുക്കളെ കണ്ട് തിരിച്ചു പോകാൻ വേണ്ടി വന്നതാണ്. പ്രത്യേകിച്ചും ഗർഭിണിയായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തിരികെ എത്തുന്നത്. ആ ഒരു സമയം കൃത്യമായി തന്നെ കണ്ട് അത് അറിഞ്ഞതിന് ശേഷമാണ് ഈ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. എന്തായാലും കേസിൽ ഇപ്പോൾ പിതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.